ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു കുട്ടിയായിരിക്കും. ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയായിരിക്കും. ഒരുപാട് എക്സ്പെക്റ്റേഷനിലൂടെ ആയിരിക്കും ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നത് അല്ലേ. പൊതുവേ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, നീ ഈ വീട്ടിൽ വളരേണ്ട കുട്ടിയല്ല, വേറൊരു വീട്ടിലേക്ക് പോവേണ്ട ഒരാളാണ്. അല്ലെങ്കിൽ പല ഡ്രീംസ്, അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ ട്രിപ്പ് ആയിക്കോട്ടെ വീട്ടിൽ ചോദിക്കുന്ന സമയത്ത് പോലും നമ്മളെ പാരൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് നിൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പോയാൽ മതി എന്നുള്ളൊരു വാക്ക്. അത് കേട്ടിട്ടാണ് ആ ഒരു കുട്ടി വളർന്നു വരുന്നത്. അങ്ങനെ കല്യാണം കഴിയുന്ന സമയത്ത് അതേപോലെ നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടാണ് എൻ്റെ ജീവിതം, എനിക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടാണ് ആ ഒരു കുട്ടി റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നുണ്ടാവുക. കല്യാണം കഴിഞ്ഞ സമയത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയായിരിക്കും. പക്ഷേ അവിടെ എത്തിയതിന് ശേഷം ആ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതാവില്ല. കംപ്ലീറ്റ് ഫാമിലി ആയി പോകും. അവിടെ ആ കുട്ടിയുടെ സ്വപ്നങ്ങളും എല്ലാ കുട്ടി അവിടെ ഉപേക്ഷിച്ച് പോവാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് എപ്പോഴും എന്താ പറയുക, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് വേണ്ടി ഒരു സമയം സ്പെൻഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിക്കോട്ടെ, എല്ലാം വേണം. പക്ഷെ അതേപോലെ തന്നെ നമ്മളുടെ കരിയർ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഡ്രീംസ് കാര്യങ്ങളൊക്കെ നമ്മളെ ഫോക്കസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അവിടെ നല്ല രീതിയിലൊരു ഹാപ്പി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്.